ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ ടൈറ്റിൽ വന്നിട്ട് പ്രോബ്ലം പ്ലേ എന്താണെന്നുള്ളതാണ്. എ ടൈപ്പ് ഓഫ് ഡ്രാമ ദാറ്റ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ ദ നോർവേയിൻ പ്ലേ റൈറ്റ് ഹെൻറിക് ഇബ്സൺ ഈസ് നോൺ ആസ് പ്രോബ്ലം പ്ലേ. അപ്പോൾ ഇത് പോപ്പുലറൈസ് ചെയ്തത് ആരാ വെച്ചാൽ നോർവേ എന്നുള്ള കൺട്രിയുടെ ഒരു പോപ്പുലറായ പ്ലേ റൈറ്റ് ഹെൻറിക് ഇബ്സൺ. അപ്പോൾ ഇന്നലെ ഞാൻ അടുത്ത ഡോൾസ് ഹൗസ് എന്നുള്ള പ്ലേയും ഇബ്സൻ്റെ ആണല്ലോ. അപ്പോൾ അതൊരു പ്രോബ്ലം പ്ലേ ആണ്. ഇൻ പ്രോബ്ലം പ്ലേസ് ദ സിറ്റുവേഷൻസ് ഫേസ്ഡ് ബൈ ദ പ്രൊട്ടാഗണിസ്റ്റ് ഈസ് പുട്ട് ഫോർവേഡ് ബൈ ദ ഓതർ ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റൻസ് ഓഫ് എ കണ്ടംപററി സോഷ്യൽ പ്രോബ്ലം. നിലനിൽക്കുന്ന കാലത്തിൽ എന്താണ് സമൂഹം നേരിട്ടിരുന്ന ഒരു പ്രശ്നം, അത് തന്നെയാണ് പ്രോബ്ലം പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഹെൻറിക് ഇബ്സൺ എന്താണ് ഇതിൽ കൊണ്ടുവരണമെന്ന് വെച്ചാൽ, ഒരു നാടകം എഴുതി. ആ നാടകം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതൊരു കഥയിലും മെയിൻ കഥാപാത്രത്തിൻ്റെ അന്ന് എന്താണ് ആ കാലഘട്ടത്തിലുള്ള സമൂഹം തന്നെ ചോദ്യം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നേരിടുന്ന ഒരു പ്രശ്നം, അതിനെപ്പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. Often the dramatist manages by the use of character who speak for the author or by the evolution of the plot or both. അപ്പോൾ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറിനെ സൃഷ്ടിച്ചും കൊണ്ടാണ് ഇത് പോപ്പുലറൈസ് ചെയ്തത്. അപ്പോൾ ഇതിലത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ഇബ്സനാണ് നമ്മളെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നോറ എന്നുള്ള ക്യാരക്ടറിലൂടെ ഹെൻറിക് ഇബ്സൺ തന്നെയാണ് നമ്മളെടുത്ത് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. To propose a solution of the problem which is at odd with prevailing opinion. അപ്പോൾ മീനിങ് ഇത് പറഞ്ഞു തന്നത് തന്നെയാണ്. എന്താണ് എല്ലാവരും ആ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്? ഒരു പ്രശ്നമുണ്ട് ആ ഒരു കഥയിലെ ആ ഒരു മെയിൻ ക്യാരക്ടറിന്. അതിനെ സമൂഹം അല്ലെങ്കിൽ റീഡേഴ്സ് നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ദ ഇഷ്യൂ മേ ബി ദ ഡ്രാസ്റ്റിക്കലി ഇൻഅഡിക്വേറ്റ് ഓട്ടോണമി, സ്കോപ്പ് ആൻഡ് ഡിഗ്നിറ്റി allotted to women in the middle class 19th century family. അപ്പോൾ ഡോൾസ് ഹൗസിൽ എന്തായിരുന്നു ഒരു തീം വെച്ചാൽ ഫെമിനിസമാണ്. അതുമാത്രമല്ല, ആ കാലഘട്ടത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അതായത് ഒരു മിഡിൽ ക്ലാസ്, ഇവരെ പോലെ മിഡിൽ ക്ലാസ് പൈസയുടെ കാര്യത്തിനാണെങ്കിലും എന്തൊരു കാര്യത്തിനും എന്തൊക്കെയാണ് അവർ നേരിടുന്ന ബുദ്ധിമുട്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓർ ദ മൊറാലിറ്റി ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ റിഗാർഡഡ് ആസ് എ ടിപ്പിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ദ എക്കണോമിക് അറേഞ്ച്മെൻറ്റ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. അപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു തൊഴിലാണെങ്കിൽ പോലും എങ്ങനെയാണ് അതിൻ്റെ ഒരു മൊറാലിറ്റി, അതിൻ്റെ ഒരു നന്മ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ന്യായീകരണം എന്താണ്, അത് ജോർജ് ബെർണാഡ് ഷാ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേ, അതായത് മിസ്സസ് വാറൻസ് പ്രൊഫഷൻ 1898 എഴുതിയ ആ ഒരു പ്ലേയിലൂടെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. ഓർ ദ ക്രൈസിസ് ഇൻ റാഡിക്കൽ ആൻഡ് എത്നിക് റിയാക്ഷൻ ഇൻ ദ പ്രസൻറ്റ് ഡേ അമേരിക്ക. അപ്പോൾ അവരുടെ ആ അന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ ഒരു പ്രശ്നം എന്താണ്, ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എ സബ് ടൈപ്പ് ഓഫ് ദ മോഡേൺ പ്രോബ്ലം പ്ലേ ഈസ് ദ ഡിസ്കഷൻ പ്ലേ ഇൻ ദ സോഷ്യൽ ഇഷ്യൂ ഈസ് നോട്ട് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു എ പ്ലോട്ട് ബട്ട് എക്സ്പൗണ്ടഡ് ഇൻ ദ ഗിവ് ആൻഡ് ടേക്ക് ഓഫ് സസ്റ്റെയിൻഡ് ഡിബേറ്റ് എമംഗ് ദ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഡിസ്കഷൻ പ്ലേ എന്നുള്ള പേരിലും ഇത് ആക്ച്വലി അറിയപ്പെടാം. എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു സബ് ടൈപ്പാണ് ഡിസ്കഷൻ പ്ലേ എന്ന് പറയുന്നത്. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു നാടകം, ഒരു വിഷയം എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്ലോട്ടിൽ തന്നെ സമൂഹം, അതായത് സോഷ്യൽ ഇഷ്യൂ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അതിൽ പറയുന്നില്ല. ക്യാരക്ടേഴ്സിനുള്ളിൽ തന്നെ സംശയങ്ങളാണ്, ഒരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ അതിൽ ഗെറ്റിംഗ് മാരീഡ് എന്ന് ഉള്ള ഒരു നാടകം അതിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മാൻ ആൻഡ് സൂപ്പർമാൻ. അപ്പോൾ ഈ പ്ലേയിലൊക്കെ നമുക്കത് കറക്റ്റായിട്ട് കാണാം.
Also his book on Ibsen's play, The Quintessence of Ibsenism. അപ്പോൾ ഈ എസ്സേ ഒക്കെ എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇബ്സൻ്റെ രീതി ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. In a specialized application, the term problem plays is something applied to a group of Shakespeare's play, also called bitter comedies. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ട്രോയിലസ് ക്രെസിഡ, മെഷർ ഫോർ മെഷർ, ഓൾ ഇസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ എന്നുള്ള ഷേക്സ്പിയറുടെ നാടകത്തിൽ പോലും ഈ പ്രോബ്ലം പ്ലേ എന്നുള്ള ടൈറ്റിൽ അപ്ലിക്കബിൾ ആണ്. അതിനെ പ്രോബ്ലം പ്ലേ എന്ന് ഹെൻറിക് ഇബ്സൺ പറയുന്നതിനെ ഷേക്സ്പിയർ ബിറ്റർ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ കോമഡി, അത് സാറ്റയറാണ് ആക്ച്വലി. പക്ഷേ ബിറ്റർ കോമഡി, ബിറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, കേൾക്കുമ്പോൾ തന്നെ ദഹിക്കുന്നില്ല, അങ്ങനെ ഒരു കോമഡി. അത് തന്നെയാണ് ഇൻഡയറക്റ്റായിട്ട് പ്രോബ്ലം പ്ലേ എന്ന് ഇന്നത്തെ കാലത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ട്രോയിലസ് ക്രെസീഡ, മെഷർ ഫോർ മെഷർ, ഓൾ ഇസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ ഇങ്ങനത്തെ ഒരു വർക്കിലൊക്കെ അത് അറിയാം. വിച്ച് എക്സ്പ്ലോർ ignoble aspects of human nature and in which the resolution of the plot seems to many readers to be problematic, and that it does not settle or solve, except superficially, the moral problems raised in the play. By extension, the term care to be applied also to other Shakespearean plays which explore the dark side of human nature or which seem to leave unresolved the issue that arise in the course of the action. അപ്പോൾ നേരത്തെ ടോപ്പിക്കിൽ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ പറഞ്ഞിങ്ങനെ പോകുന്നല്ലാതെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിൽ കാണാൻ പറ്റില്ല, പക്ഷേ ഡിബേറ്റബിൾ ആയിരിക്കും. അപ്പോൾ ഹ്യൂമൻ നേച്ചറിൻ്റെ കുറവുകളും കുഴപ്പങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഇതിൽ കാണാം. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ വേറെ പല നാടകത്തിലും ഇങ്ങനത്തെ ഒരു ലോകം അംഗീകരിക്കാൻ പറ്റാത്ത പോലത്തെ സത്യങ്ങളും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ വായിക്കുന്ന നമുക്ക് ഈ ഒരു തീമും കണ്ടൻ്റൊക്കെ മനസ്സിലുണ്ട്, പക്ഷേ ഒട്ടും അത് കഥയ്ക്കകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല കാണുക. എന്തായാലും സൊല്യൂഷൻ ഇല്ലാണ്ടാണ് ഇത്തരം പ്ലേ ഒക്കെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും പറയുന്നുണ്ട്. ദ പ്രോബ്ലം പ്ലേസ് ഇൻ ഷേക്സ്പിയർ, ഈ ഒരു വർക്ക്. അപ്പോൾ റോസിറ്റർ എഴുതിയ ഈ ഒരു വർക്കിലും കൂടെ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ പ്രൊസീഡിങ് ഈ ഒരു വർക്കൊക്കെ ഈ എസ്സേസ് ഒക്കെ എന്താ വെച്ചാൽ പ്രോബ്ലം പ്ലേനെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലത്തെ എൻ്റെ ടോപ്പിക്ക് എ ഡോൾസ് ഹൗസ് എന്നുള്ളത് ഏത് കാറ്റഗറി ഓഫ് പ്ലേ നാടകത്തിൽ പെടും എന്നുള്ളതാണ്. അപ്പോൾ എക്സാമിന് നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ഇതിൻ്റെ പറ്റി ഡോൾസ് ഹൗസിനെ പറ്റി എസ്സേ എഴുതുന്നുണ്ടെങ്കിൽ ആദ്യം ഹെൻറിക് ഇബ്സൻ്റെ ഒരു ചെറിയൊരു 2-3 വരിയിൽ ഇൻട്രൊഡക്ഷൻ, ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ചില കാര്യങ്ങൾ എഴുതിയിട്ട് പ്രോബ്ലം പ്ലേയെ പറ്റി എഴുതിയതിന് ശേഷമേ എസ്സേയിലേക്ക് മൂവ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും കൂടുതൽ സ്കോർ കിട്ടില്ല. അപ്പോൾ പ്രോബ്ലം പ്ലേയുടെ ഒരു സമ്മറി ഇതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.